എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, കഷ്ടതയും പ്രയാസങ്ങളും ഇന്ന് ലോകത്ത് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നതായ ഒരു കാര്യങ്ങളാണ്. ഇന്ന് കഷ്ടത അനുഭവിക്കാത്ത ഒരു വ്യക്തി പോലും ലോകത്ത് ഇല്ല. എന്നാൽ നാം വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ, ആത്മീകമായി നാം പരിശോധിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ലോകത്ത് കഷ്ടതകൾ അനുഭവിക്കുന്നത്? അതിന് എന്ത് പഠിക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഞാനും നിങ്ങളും എന്ത് പഠിക്കണമെന്നാണ് കർത്താവായ ദൈവം നമ്മെക്കുറിച്ച് ഇന്ന് ആഗ്രഹിക്കുന്നത്? നാം ചില കാര്യങ്ങളൊക്കെയും ഇന്ന് വീണ്ടും ധ്യാനിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം കഷ്ടതയിലൂടെ ഇന്ന് നടന്നു പോകുന്നത്? പ്രയാസങ്ങളിലൂടെ നാം എന്തുകൊണ്ടാണ് ഇന്ന് കടന്നു പോകുന്നത് എന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ദൈവം നമ്മിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതൊക്കെയും നാം അല്പമായിട്ട് ഇന്നും പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ തക്കവണ്ണം ഒരു വിളി നമുക്കേവർക്കും ഇന്ന് ഈ അന്ത്യകാല സമയത്ത് ദൈവം അയച്ചിരിക്കുകയാണ്. ഒരിടത്ത് ഒരു വലിയൊരു തള്ളക്കോഴി ഉണ്ടായിരുന്നു. ഈ തള്ളക്കോഴിക്ക് തൻ്റെ കുഞ്ഞുങ്ങളോട് വളരെയധികമായ സ്നേഹമുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും പുറത്തു കൊണ്ടുപോവുക, അവയ്ക്ക് വേണ്ടതായ ആഹാരത്തെ ചിക്കി കൊടുക്കുക, അവരെ നന്നായിട്ട് പരിപാലിക്കുക, നന്നായിട്ട് പോഷിപ്പിക്കുക. ശത്രു വന്നാൽ ഒരു ശബ്ദമുണ്ടാക്കിയ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറക് കാണിച്ച് അതിനടിയിൽ അവരെ പരിപാലിക്കുമായിരുന്നു. അങ്ങനെ ഈ 10 കോഴിക്കുഞ്ഞുങ്ങളും അമ്മയോടൊപ്പം സ്നേഹത്തോടുകൂടി അമ്മ പറയുന്നതൊക്കെയും അനുസരിച്ച് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെയും ജീവിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഇതിൽ ഒരു കോഴിക്കുഞ്ഞ് ചിന്തിക്കുകയാണ്, അമ്മ ഇത്രയും കാലങ്ങളായിട്ട് എന്നെ സഹായിക്കുന്നു, എന്നെ ദിവസവും പുറത്തു കൊണ്ടുപോകുന്നു, എനിക്ക് ആഹാരമൊക്കെയും നൽകുന്നു, എന്നെ പരിപാലിക്കുന്നു, എന്നെ എപ്പോഴും സംരക്ഷിക്കുന്നു. എനിക്കെന്തുകൊണ്ട് അമ്മയെപ്പോലെ സ്വന്തം കാലിൽ നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല? എനിക്കും സാധിക്കും. ഞാനും വളർന്നു വലുതായിരിക്കുന്നു, ഞാൻ വലിയൊരു കുഞ്ഞായിരിക്കുന്നു, എനിക്കും അമ്മയെപ്പോലെ എനിക്കും ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ഈ കുഞ്ഞ് സ്വയം പറയുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാവിലെ അമ്മയുമൊത്ത് പുറത്തു പോയതായ സമയത്ത് അമ്മ മറ്റു കുഞ്ഞുങ്ങളെയൊക്കെയും ആഹാരം കാലുകൊണ്ട് ചീകിയിട്ട് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതായ സമയത്ത് ഈ ഒരൊറ്റ ചെറിയ കോഴിക്കുഞ്ഞ് മാത്രം മാറിപ്പോയി ഒറ്റയ്ക്ക് നിന്ന് അവൻ്റെ സ്വന്തം ചെറിയ കാലുപയോഗിച്ച് ആഹാരം ചീന്തുവാൻ തുടങ്ങി, ആഹാരം സ്വയമായിട്ട് ചിക്കുവാൻ തുടങ്ങി. അങ്ങനെ സ്വന്തം ചിക്കി തൻ്റെ കൊക്ക് കൊണ്ട് ആ ചെറിയ കോഴിക്കുഞ്ഞ് ആഹാരം കൊത്തി ഇരയെയും പ്രാണികളുമൊക്കെയും കൊത്തി തിന്നുവാൻ തക്കവണ്ണം തുടങ്ങി. അമ്മ ഇത് ശ്രദ്ധിക്കുകയായിരുന്നു. ഈ കുഞ്ഞ് സ്വയം പറയുകയാണ്, കണ്ടോ, എനിക്ക് എൻ്റെ കാലുകൾ കൊണ്ട് അമ്മയെപ്പോലെ ഈ ആഹാരം ചീകിയെടുക്കുവാൻ, ആഹാരം നോക്കി അതിനെ കൊക്കുകൊണ്ട് ചൂണ്ടിയുണ്ട് എടുക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുന്നുവല്ലോ എന്ന് ഈ കോഴിക്കുഞ്ഞ് സ്വയം പറയുകയുണ്ടായി. പെട്ടെന്ന് അമ്മ ഒരു ശബ്ദമുണ്ടാക്കി. അമ്മയ്ക്ക് മനസ്സിലായി, കാരണം ഒരു വലിയൊരു കഴുകൻ ഇവിടെ ഓടി വരികയാണ്, ഒരു വലിയൊരു കഴുകൻ ഈ കുഞ്ഞുങ്ങളെ തേടി വരികയാണ് എന്ന് മനസ്സിലാക്കിയ അമ്മ കോഴി ഒരു ശബ്ദമുണ്ടാക്കി, കുഞ്ഞുങ്ങളൊക്കെയും ഓടി എൻ്റെ ചിറകിലേക്ക് വരിക എന്ന് ഈ കോഴികളോടൊക്കെയും അമ്മ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. എന്നാൽ ഈ കോഴിക്കുഞ്ഞ് ഈ സമയത്ത് സ്വയം പറയുകയാണ്, ഞാൻ എന്തിന് അവിടേക്ക് പോകണം? ഞാൻ എന്തിന് അമ്മയെ തേടി പോകണം? ഞാൻ വലിയൊരു കോഴിക്കുഞ്ഞാണ്, എന്നെ കൊത്തിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ആ കഴുകന് സാധിക്കുകയില്ല. എൻ്റെ അമ്മയെ കൊത്തുവാൻ സാധിക്കുന്നില്ലല്ലോ, അതുപോലെ എന്നെയും കൊത്തിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ആ കഴുകന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ വിളി ശ്രദ്ധിക്കാതെ, അമ്മയുടെ വിളി കേൾക്കുവാൻ തക്കവണ്ണം കൂട്ടാക്കാതെ ഈ കോഴിക്കുഞ്ഞ് ഒറ്റയ്ക്ക് ഒരിടത്ത് ധൈര്യത്തോടു കൂടി നെഞ്ചും വിരിച്ച് ചിറകും വിരിച്ച് അവിടെ നിൽക്കുകയാണ്. കഴുകൻ്റെ കാഴ്ചശക്തി വളരെ അപാരമാണ്, നമുക്കേവർക്കും അറിയാം. കഴുകൻ ദൂരെ നിന്ന് തന്നെ ഈ കാഴ്ച കാണുകയാണ്. ഈ കോഴിക്കുഞ്ഞ് ഒറ്റയ്ക്ക് ഒരിടത്ത് അമ്മയിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കുന്നത് കാഴ്ച ഈ വലിയ കഴുകൻ കാണുകയാണ്. ഈ കഴുകൻ ഇത് കണ്ട മാത്രയിൽ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു, ഈ കുഞ്ഞിൻ്റെ അടുക്കൽ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ വലിയ ശക്തിയുള്ള ഒരു കോഴിക്കുഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നീ എത്ര ശക്തിയുള്ളവളും എത്ര ബുദ്ധിയുള്ളവളും എത്ര ജ്ഞാനമുള്ളവളുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിൻ്റെ അമ്മ നിനക്ക് സാധാരണ രീതിയിലുള്ളതായ ആഹാരം മാത്രമേ തന്നിട്ടുള്ളൂ. നിനക്ക് ദോശയും ഇഡ്ഡലിയും മാത്രമല്ലേ നിൻ്റെ അമ്മ നിനക്ക് തന്നിട്ടുള്ളൂ. നീ എന്നോടുകൂടെ വരാമെങ്കിൽ നിനക്ക് ബിരിയാണിയും നിനക്ക് കോഴിയിറച്ചിയും നിനക്ക് എന്തെല്ലാം വേണമോ അതൊക്കെയും വാങ്ങിത്തരാം എന്ന രീതിയിൽ ഈ കഴുകൻ ഈ കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കഴുകൻ പറഞ്ഞു, നിൻ്റെ അമ്മ നിന്നെ ഈ പ്രദേശം മാത്രമല്ലേ കാണിച്ചു തന്നിട്ടുള്ളൂ. നീ എന്നോട് കൂടെ വരുവാൻ തക്കവണ്ണം നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ ഈ ലോകം മുഴുവനും നിന്നെ കാണിച്ചു തരാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുമെന്ന് ഈ കോഴിക്കുഞ്ഞിനോട് ഈ കഴുകൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഈ കോഴിക്കുഞ്ഞ് ഇത് കേട്ട് പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണയായി തീർന്നു. ഈ കോഴി വിചാരിച്ചു, എൻ്റെ അമ്മ എന്നെ ഒന്നും കാണിച്ചിട്ടില്ല, എൻ്റെ അമ്മ എനിക്ക് ഒന്നും നൽകിയിട്ടില്ല, എനിക്കെല്ലാം കുറവായിരുന്നു, നന്നായിട്ട് ആഹാരമില്ല, നന്നായിട്ട് വെള്ളമില്ല, നല്ല ജ്യൂസ് കുടിക്കാനില്ല, നല്ല വസ്ത്രങ്ങളില്ല, നല്ല തുണിയില്ല, നല്ല വാർപ്പിടമില്ല, ഒന്നുമില്ല. പക്ഷേ കഴുകൻ എനിക്കെല്ലാം നൽകാം, എന്നെ എല്ലാം കാണിക്കാം, എന്നെ ഉയർത്താം, എന്നെ സുഖങ്ങൾ കൊണ്ട് നൽകാം എന്നൊക്കെയും പറഞ്ഞ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് ഈ കോഴിക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഒരു സംഭവിക്കുകയാണ്, ശരി, എൻ്റെ അമ്മയെക്കാളും നന്നായിട്ട് നോക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നിന്നോടൊപ്പം വരാം എന്ന് ഈ കോഴിക്കുഞ്ഞ് സ്വയം തയ്യാറാവുകയും സമ്മതിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ കോഴിക്കുഞ്ഞിനെയും തൻ്റെ കാലിൽ എടുത്തുകൊണ്ട്, കാലിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് കഴുകൻ ആ ദേശം മുഴുവനും, ലോകം മുഴുവനും, എല്ലാ രാജ്യങ്ങളും ഒന്നിനു പിറകെ ഒന്നായി സഞ്ചരിച്ചുകൊണ്ട് ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ എല്ലായിടവും കൊണ്ടുപോയി കാണിച്ചു. കഴിക്കാൻ സാധിക്കുന്ന വെച്ച് ഏറ്റവും നല്ല ആഹാരം വാങ്ങിക്കൊടുത്തു, എല്ലാം വാങ്ങിക്കൊടുക്കുകയും ലോകത്തെ ആസ്വദിക്കുവാൻ തക്കവണ്ണം ഈ കോഴിക്കുഞ്ഞിന് കഴുകൻ ഇടവരുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു മലയുടെ മുകളിലേക്ക് ഈ കഴുകൻ ഈ കോഴിക്കുഞ്ഞിനെയും കൊണ്ട് പറന്നുപോയി. അവിടെ ചെന്ന് ഇരുന്നതിന് ശേഷം പറഞ്ഞു, അല്ലയോ കുഞ്ഞേ, നീ ഇത്രയും സമയം ലോകത്തെ ആസ്വദിച്ചു, ലോകത്തെ നീ അനുഭവിച്ചു, എല്ലാം കഴിച്ചു, എല്ലാവിധമായ കാര്യങ്ങളും നീ നേടി, ഇനി എൻ്റെ അവസരമാണ്, എനിക്കും വിശക്കുന്നുണ്ട്, ഞാനും ഒന്നും കഴിച്ചില്ല, ഞാൻ നിന്നെ കൊന്നുകളയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ട് ഈ കോഴിക്കുഞ്ഞിനെ കൊല്ലുവാൻ തക്കവണ്ണം ഓടിക്കുകയാണ്. ഈ കോഴിക്കുഞ്ഞ് ഈ സമയം വരെയും, അമ്മയെ വിട്ടുപിരിഞ്ഞതായ സമയം മുതൽക്ക് ഈ നിമിഷം വരെയും അമ്മയെ മറന്ന് ജീവിച്ച ഒരു കോഴിക്കുഞ്ഞായിരുന്നു. അവനെ കൊല്ലുവാൻ പോകുന്നു പറഞ്ഞതായ സമയത്ത് അവൻ പെട്ടെന്ന് നിലവിളിക്കുവാൻ തുടങ്ങി, ചിറകിട്ടടിക്കുവാൻ തുടങ്ങി. അവൻ പറയുകയാണ്, അയ്യോ, എൻ്റെ അമ്മയെ എനിക്കിപ്പോൾ കാണണം, എൻ്റെ അമ്മയെ എനിക്കിപ്പോൾ കാണണം, എനിക്ക് എൻ്റെ അമ്മയെ വേണം. പലപ്പോഴും വിശ്വാസികളായ അനേകരും ഇപ്രകാരമാണ്. ദൈവത്തെ വിട്ട് ലോകത്തിലേക്ക് അനേകർ ഇറങ്ങിത്തിരിക്കുന്നു. ഒടുവിൽ ലോകം അവർക്കെല്ലാം കൊടുക്കുന്നു, പണവും സമ്പാദ്യവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ബഹുമാനവും എല്ലാം കൊടുക്കുന്നു. ഒടുവിൽ നമ്മെ നശിപ്പിക്കുവാൻ പോകുന്നതായ സമയത്ത്, അയ്യോ എൻ്റെ ദൈവം, അയ്യോ എൻ്റെ ദൈവം, എൻ്റെ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടുവാൻ തക്കവണ്ണം അവരേവരും അവസാന സമയത്ത് അവരേവരും തുനിയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഈ കോഴിക്കുഞ്ഞിന്, പ്രിയപ്പെട്ടവരെ, അവിടെ ഓടിപ്പോകുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ആ നിമിഷം വരെയും അമ്മയെ മറന്ന് ജീവിച്ച കോഴിക്കുഞ്ഞ് അവിടെ ആ സമയത്ത് അമ്മയെ ഓർക്കുമ്പോൾ വളരെയധികം താമസിച്ചു പോയിരിക്കുകയായിരുന്നു. കാരണം കഴുകൻ അതിനെ കൊല്ലുവാൻ തക്കവണ്ണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അവനെ കൊന്നുകളഞ്ഞു, തിന്നുവാൻ തക്കവണ്ണയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് ലോകത്ത് അപ്രകാരമാണ്. പിശാച് നമ്മെ എല്ലാവരെയും നിനക്ക് ഞാൻ ഇത് നൽകാം, നിനക്ക് ഞാൻ പണം നൽകാം, പ്രശസ്തിയെ നൽകാം, സ്ഥാനങ്ങളെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഓരോരുത്തരും തെറ്റിച്ചുകൊണ്ട് ഞങ്ങളെ മാറ്റി നിർത്തി ദൈവത്തിൽ നിന്നും അകറ്റുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ഇന്ന് ജീവിക്കുന്നവരാണോ? ഒരുപക്ഷേ ഒരു പരിധിവരെ നിങ്ങളെ സൗഖ്യം നൽകുവാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ, നിങ്ങളെ അധികമായി പൊന്നുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം പിശാചിന് ഈ സമയങ്ങളിൽ സാധിച്ചിരിക്കാം. ഇവിടെ ഈ കഴുകൻ പിശാചിനെ സൂചിപ്പിക്കുന്നു, ഈ ചെറിയ കോഴിക്കുഞ്ഞ് നമ്മെ എല്ലാവരും സൂചിപ്പിക്കുന്നു, ഈ തള്ളക്കോഴി കർത്താവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു. നാം കർത്താവിനോടുകൂടെ എപ്പോഴും ആയിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കാരണം അവനോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായിട്ട് ഈ ലോകത്ത് ജീവിക്കുവാൻ തവണ്ണം സാധിക്കുകയുള്ളൂ. നാം എന്ന് അവനെ വിട്ട് പോകുവാൻ തക്കവണ്ണം തീരുമാനിക്കുന്നുവോ അന്ന് നാം പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട് നാം ഈ ലോകത്ത് നശിച്ചു പോകുവാൻ തക്കവണ്ണം നാം ഇടയായി തീരുകയാണ്. പ്രിയമുള്ളവരെ, നാം എപ്രകാരം എന്ത് തിരഞ്ഞെടുക്കും? നാം എന്ത് തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു? പിശാച് നിങ്ങൾക്കെല്ലാം നൽകും, പക്ഷേ അവസാനം നിങ്ങൾ നശിപ്പിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ സമയമൊക്കെയും തകർന്നു പോയി, ഞാൻ എല്ലാ സമയവും വെറുതെ വേസ്റ്റാക്കി, എല്ലാം വെറുതെ പാഴായി കളഞ്ഞു എന്ന് ചിന്തിക്കുവാൻ തക്കണം നിങ്ങൾ സാധിക്കുമോ? അന്ന് ആ സമയത്ത് നിങ്ങൾ കരയുവാൻ, നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുപക്ഷെ ആ സമയത്ത് ഇടയായി തീരും. പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുകയാണ്, നാം എന്തുകൊണ്ട് കഷ്ടതയും പ്രയാസവും ഭാരങ്ങളും അനുവദിക്കുന്നു? നാം എന്തുകൊണ്ട് കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഈ ലോകത്ത് സഹിക്കുന്നു? നമ്മെ എന്തുകൊണ്ട് ദൈവം ഇതൊക്കെയും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവരുത്തുന്നു? എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും
ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. വേദപുസ്തകം പറയുകയാണ്, അവൻ സന്തോഷത്തെ കണ്ടുകൊണ്ട് ആ ക്രൂശ് എന്ന ആ കഷ്ടത്തെ സഹിക്കുവാൻ തക്കവണ്ണം കർത്താവായി ദൈവം എന്ത് ചെയ്യുകയാണ്? അലക്ഷ്യമായി ക്രൂശിനെ സഹിക്കുകയാണ്. കാരണം എന്താണ്? ഒരു വലിയൊരു സന്തോഷം കർത്താവിന് മുമ്പിലായിട്ട് വച്ചിരിക്കുകയാണ്. അതിനെ മാത്രം നോക്കി ക്രൂശിനെ അലക്ഷ്യമാക്കി, അതിനെ ഒരിക്കലും ചിന്തിക്കാതെ, അതിനെ ഒരിക്കലും അതേക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടാതെ, അധൈര്യപ്പെടാതെ, ധൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ വലിയ സന്തോഷത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിനെ സഹിക്കുവാൻ തക്കവണ്ണം സ്വയം ഇടയായി തീരുകയാണ്, സ്വയം തീരുമാനിക്കുകയാണ്, സ്വയം തയ്യാറാവുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ വേദപുസ്തകം പറയുകയാണ്, അവൻ എന്ത് ചെയ്തു? ആ സന്തോഷം ഓർത്ത് നമ്മെ എല്ലാവരും സ്വർഗത്തിലേക്ക് എടുക്കുവാൻ തക്കവണ്ണം സാധിക്കുമല്ലോ എന്ന സന്തോഷം ഓർത്തുകൊണ്ട് ആ ക്രൂശ് എന്ന വലിയ അപമാനത്തെ കർത്താവായ യേശു നമുക്ക് വേണ്ടി സഹിക്കുകയാണ്. അതിനെ സഹിച്ച് അവനെ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്ന് ഇരിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര വലിയ ഒരു പാഠമാണ് ഇതിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ സന്തോഷം ഉള്ളിൽ വെച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സ്വയം തീരുമാനിച്ചാൽ, നാം മുൻപോട്ട് പോകുവാനായിട്ട് സ്വയം നമ്മൾ ദൃഢനിശ്ചയം എടുത്താൽ, നമുക്കതൊക്കെയും അലക്ഷ്യമായി കൊണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ തീർച്ചയായും സഹായിക്കും. കർത്താവായ യേശു സഹിച്ചതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒരുപക്ഷെ ലോകത്ത് ഒരു വ്യക്തിയും അനുഭവിച്ചിട്ടുമില്ല, ഇനി ആരും അനുഭവിക്കുകയുമില്ല. അത്രത്തോളം ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവായ യേശു നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഇവിടെ 3-ാമത്തെ വാക്യം പറയുന്ന എബ്രായ ലേഖനം 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവിൻ. എത്ര മനോഹരമായ വാക്യം! നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു. കർത്താവായ യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുവിൻ എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്. നിങ്ങൾ കഷ്ടം സഹിച്ച, ഇത്രത്തോളം പ്രയാസങ്ങളെ സഹിച്ച, എല്ലാം സാരമില്ല എന്നെണ്ണി മുൻപോട്ട് പോയ യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുവിൻ. നിങ്ങൾ പ്രയാസങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെ നിങ്ങൾ നടന്നു പോകുന്നവരാണ് എങ്കിൽ ഇതൊക്കെയും നിങ്ങളെക്കാളും അധികം സഹിച്ച, ഇതൊക്കെയും നിങ്ങളെക്കാളും അധികമായിട്ട് ഈ ലോകത്ത് സഹിച്ച കർത്താവായ യേശുവിനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുവിൻ എന്ന് പൗലോസ് നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും 4-ാമത്തെ വാക്യം പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലല്ലോ. മകനെ, 5-ാമത്തെ വാക്യം, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിങ്ങൾ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. 6-ാമത്തെ വാക്യം, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെയൊക്കെയും ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോടും സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? എത്ര മനോഹരമായ ഒരു വാക്യം! പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെതായ അല്ലെങ്കിൽ ദൈവത്തെ ശിക്ഷ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിരസിക്കരുത്. ദൈവം നൽകുന്നതായ ഓരോ വിധമായ പരീക്ഷയും നാം തരണം ചെയ്യണമെന്ന് നമ്മോട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഭാരവും പ്രയാസവുമാണ് നമുക്ക് വേണ്ടി കർത്താവായ യേശു സഹിച്ചത് എന്ന് നമുക്കാർക്കും ഊഹിക്കുവാൻ സാധിക്കാത്ത, ചിന്തിക്കുവാൻ സാധിക്കാത്ത പ്രയാസങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും കർത്താവായ യേശു നമുക്ക് വേണ്ടി ഭൂമിയിൽ സഹിച്ചവനാണ്. എന്തിനു വേണ്ടി? അതൊക്കെയും അലക്ഷ്യമാക്കി, അതൊക്കെയും സാരമില്ല എന്നെണ്ണി സന്തോഷത്തിനു വേണ്ടി, ആ ദൈവികമായ രാജ്യത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഓരോ ദിവസവും അതിനെ മാത്രം നോക്കി പാർത്തുകൊണ്ട് അതൊക്കെയും അലക്ഷ്യമാക്കി സഹിക്കുകയായിരുന്നു. യെശയ്യാവ് പറയുകയാണ്, അവൻ്റെ ശരീരമൊക്കെയും, ആ ശത്രുക്കളൊക്കെയും അവൻ്റെ ശരീരമൊക്കെയും അവർ പാടത്തിൽ ഉഴുന്നത് പോലെ നെൽപ്പാടത്തെ ഉഴുതു മറിക്കുന്നത് പോലെ അവർ ഉഴുതു മറിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ നമ്മോട് പറയുകയാണ്. നാം ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ കർത്താവായ യേശുവിനെ റോമാക്കാര് അടിച്ച് മുറിവേൽപ്പിക്കുന്നതായ അവസരത്തിൽ അവർ ചാട്ടവാറുകൊണ്ട് ഓരോ അടിയും കർത്താവായ യേശുവിനെ അടിക്കുകയായിരുന്നു. നാം ഇന്ന് കാണുന്നത് പോലെ ഒരു ചാട്ടവാറല്ല. ആ ചാട്ടവാറിൻ്റെ അറ്റത്ത് ഒരു ചെറിയ മുള്ളാണിയെ അവരെ പിടിപ്പിച്ചു വെച്ചിരുന്നു. ആ ചാട്ടവാർ കൊണ്ട് അടിക്കുന്നതായ സമയത്ത് ആ ചാട്ടവാറിട്ട് അടിക്കുമ്പോൾ കർത്താവായ യേശുവിന് ചുറ്റും ആ ചാട്ടവാറിങ്ങനെ ചുറ്റി വരിയും. 1 റൗണ്ട്, 2 റൗണ്ട്, 3 റൗണ്ട് ആ ചാട്ടവാർ കർത്താവായ യേശുവിനെ ചുറ്റി വരിയും. അതിനുശേഷം അത് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ആ പടയാളി ആ ചാട്ടവാറിന് ശക്തിയായിട്ട് ഒരു വലി വലിക്കുന്നതായ സമയത്ത് ആ മുള്ളാണി എവിടെയൊക്കെ കൊടുക്കാമോ ആ ഭാഗത്തൊക്കെയും ഉഴുന്നു മറിച്ച് വലിഞ്ഞു വരുന്നത് പതിവായിരുന്നു.
ഇവിടെ കർത്താവായ യേശുവിനെ ഓരോ അടിയും ആ പടയാളികൾ അടിച്ചതായ സമയത്ത്, ചാട്ടവാറ് കൊണ്ട് ഓരോ അടി അവരെ അടിച്ചതായ സമയത്ത് അവനെ ഉഴുന്നു മറിച്ചു എന്ന് യെശയ്യാവ് കണ്ട് പറയുന്നതിൻ്റെ അർത്ഥം, കർത്താവായ യേശുവിൻ്റെ ചാട്ടവാറടി ഏറ്റതായ സമയത്ത് ആ മുള്ളാണി കൊണ്ട് ആ ചാട്ടവാർ എവിടെയൊക്കെ ചുറ്റി വരിഞ്ഞുവോ അവിടെയൊക്കെയും അതുപോലെ ഒരു വലിയ ശക്തിയായി വലിച്ചതായ സമയത്ത് ഈ ചാട്ടവാർ മുള്ളാണി കുത്തിപ്പിരിഞ്ഞ് ഈ ചാട്ടവാർ മുള്ളാണിയോടുകൂടി വലിഞ്ഞ് യേശുവിൻ്റെ ശരീരം മുഴുവനും ഉഴുതു മറിച്ചതുപോലെ ഒരു കാള എപ്രകാരമാണോ നിലം ഉഴുന്നത് അതുപോലെ അവൻ്റെ ശരീരം മുഴുവനും ഉഴുന്ന് മറിച്ചു എന്ന് യെശയ്യാവ് ദർശനത്തിൽ കണ്ട് നമ്മോട് അറിയിക്കുകയാണ്. ഒരു ചെറിയ ഒരു മുള്ളു കൊണ്ടാൽ, പ്രിയമുള്ളവരെ, ഒരു ചെറിയ ഒരു മുള്ളു കൊണ്ടാൽ നമുക്ക് വേദനിക്കും. ഒരു ചെറിയ ഒരു എറുമ്പ് കടിച്ചാൽ നമുക്ക് വേദനിക്കും. ഒരു ചെറിയൊരു കൊതുക് കടിച്ചാൽ നമുക്ക് വേദനിക്കും. ഏറ്റവും ചെറിയ പ്രാണികളിൽ ഒന്നാണ് ഒരു കൊതുക്. ഇന്ന് കൊതുകിനെ പോലും സഹിക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത മനുഷ്യരാണ് നാം ഓരോരുത്തരും. കർത്താവായ ദൈവം എത്ര അടിയടിച്ചു, ആ അടിയൊക്കെയും ചാട്ടവാറടിയൊക്കെയും സഹിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി അടികൊള്ളുന്നതായ സമയത്ത് കർത്താവ് ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിതൊക്കെയും സഹിക്കുകയാണ്, ഞാനിതൊക്കെയും സാരമില്ല എന്ന് എണ്ണുകയാണ്. കാരണം എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഇരിക്കുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടി കർത്താവായ ദൈവം ആ ക്രൂശ് എന്ന അപമാനത്തെ കർത്താവ് നമുക്ക് വേണ്ടി സഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, 7-ാമത്തെ വാക്യം ഈ അതേ അധ്യായം പറയുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൊലയാടന്മാരത്രേ. 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ പ്രധാനമായ വാക്യം. നിങ്ങൾ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി ശിക്ഷിപ്പാൻ തക്കവണ്ണം കീഴടങ്ങി ജീവിപ്പാൻ തക്കവണ്ണം കഴിയേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധിയെ പ്രാപിക്കേണ്ടതിന്, 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനോ ദൈവമോ നാം അവൻ്റെ വിശുദ്ധിയെ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ട് തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അടുത്ത വാക്യം പറയുന്നു, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുകയാണ്, നമ്മുടെ ഗുണത്തിനായിട്ട്, നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ നടന്നു പോകുവാൻ നമ്മെ അനുവദിക്കുന്നത്. കാരണം അതൊക്കെയും ഗുണത്തിനായിട്ട്, അതൊക്കെയും നന്മയ്ക്കായിട്ട് ദൈവം നമ്മെ കൂട്ടിവരുത്തും, നമ്മെ ശക്തീകരിക്കും, നമ്മെ ബലപ്പെടുത്തും, നമ്മെ അധികമായിട്ട് ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ ഗുണത്തിനായിട്ടത്രേ, നമ്മുടെ നന്മയ്ക്കായിട്ടത്രേ നമ്മെ കർത്താവ് കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് എന്ന് വേദപുസ്തകം പറയുകയാണ്. അപ്രകാരം കർത്താവ് നമ്മെ കടത്തിവിട്ടാൽ അത് സഹിപ്പാൻ തക്കവണ്ണം, അത് തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപയും നൽകുന്നു. ഇന്ന് ഒരുപക്ഷെ അനേക വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഒരുപക്ഷെ സാധ്യമല്ലാതെ വന്നു പോകാം. എനിക്ക് കഴിവില്ല, എനിക്കൊന്നും ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല, എനിക്ക് പാടുവാൻ അറിയില്ല, പ്രസംഗിപ്പാൻ അറിയില്ല, പഠിപ്പിക്കുവാൻ അറിയില്ല, ഒന്നിനും അറിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ ഒരു കാര്യത്തിനായിട്ട് വിളിച്ചാൽ, നിങ്ങളുടെ കഴിവുകളെ നോക്കിയിട്ടല്ല ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത് നിങ്ങളുടെ കഴിവുകളെ കണ്ടിട്ടോ നിങ്ങളെ ഞാൻ വലിയതായി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ല. നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു ഹൃദയമുണ്ട് എങ്കിൽ, നിങ്ങളെ തന്നെ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം ഒരു വ്യക്തമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഉണ്ട് എന്ന് വരികിൽ, കർത്താവായ യേശു പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ഞാൻ നിനക്ക് നൽകുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നാം കഷ്ടതയിലൂടെയും പ്രയാസങ്ങളുടെയും നടന്നു പോകുമ്പോൾ നമ്മുടെ ഗുണത്തിനായിട്ടാണ് എന്ന് നാം ചിന്തിക്കുക. നമ്മുടെ ഭൂമിയിലെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിക്കാറുണ്ട്, നമ്മെ പലപ്പോഴും പ്രയാസപ്പെടുത്താറുണ്ട്, നമ്മളെ അടിക്കാറുണ്ട്, നമ്മെ പട്ടിണിക്കിടാറുണ്ട്. ഇതൊക്കെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നാം മനസ്സിലാക്കുക, എന്ന് നാം ചിന്തിക്കുക. ഇങ്ങനെ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറായാൽ, സ്വയം നാം തീരുമാനിച്ചാൽ, എത്ര വലിയ നന്മയെ, എത്ര വലിയ പ്രതിഫലത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം ഗുണത്തിനായിട്ട്, ദൈവം നന്മയ്ക്കായിട്ട്
നമ്മെ ഈ ലോകത്തിൽ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും കടത്തിവിടുകയാണ്. എന്നാൽ എല്ലാ കഷ്ടതകളും, എല്ലാ സകല ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം നന്മയ്ക്കായി നമ്മുടെ ദൈവം കൂട്ടി വരുത്തും എന്ന് വേദപുസ്തകം നമ്മോട് പറയുകയാണ്. എല്ലാം സാരമില്ല എന്നെണ്ണുവാൻ തക്കവണ്ണം, ഒന്നും സാരമില്ല എന്നെണ്ണുവാൻ തക്കവണ്ണം വേദപുസ്തക കർത്താവായ ദൈവം നമ്മെ പരിശീലിപ്പിക്കുകയാണ്. ആ ക്രൂശിൽ നോക്കിക്കൊണ്ട്, അപമാനമായ ക്രൂശിൽ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അത് സാരമില്ല എന്നെണ്ണുവാൻ തക്കവണ്ണം യേശുവിന് സാധിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ചെറിയ ഭാരങ്ങളും ചെറിയ പ്രയാസങ്ങളും ചെറിയ കഷ്ടങ്ങളുമൊക്കെയും സാരമില്ല എന്നെണ്ണുവാൻ, ധൈര്യത്തോടെ അതിനെ നേരിടുവാൻ, അതിനെ നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എൻ്റെ ദൈവം എല്ലാം നന്മയ്ക്കായി എനിക്ക് വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടു കൂടി ക്ഷമയോടെ കാത്തിരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ വൻ കാര്യങ്ങളെ കാണുവാൻ, അതിശയങ്ങളെ കാണുവാൻ, അതിശയങ്ങളെ അഭിമാനത്തോടു കൂടി കേൾക്കുവാൻ, ഒരു സാക്ഷിയുമായി നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഏവർക്കും സാധിക്കും. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ വൻ വേലയെ ചെയ്യുവാൻ, ഒരു വലിയ കാര്യത്തെ സാധിക്കുവാൻ തക്കവണ്ണം നിങ്ങളിൽ ദൈവം ഇന്ന് ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ സാക്ഷ്യം അതാണ് നമ്മെ കാണിക്കുന്നത്. ദൈവം പ്രയാസങ്ങളെ അതിജീവിച്ചു, കഷ്ടങ്ങളെ അതിജീവിച്ചു. എന്നാൽ നാം ആ പ്രയാസങ്ങളെയും കഷ്ടങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം സ്വയം തയ്യാറാകുന്നില്ല എങ്കിൽ, സ്വയം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ, വിശ്വസ്തനെ നിൽക്കുവാൻ തക്കവണ്ണം നാം സ്വയം തയ്യാറായാൽ, നമുക്ക് തീർച്ചയായും ഈ ലോകത്ത് വിജയശ്രീലാളിതരായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. എന്നാൽ പിശാച്, ഞാൻ ഈ ലോകത്തെ സകലവും നിങ്ങൾക്ക് നൽകാം, എല്ലാവിധമായ പ്രശസ്തിയും പണവും സമ്പാദ്യവും എല്ലാം നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തെറ്റിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ, നാം അല്പമായ നേരത്തേക്ക് അവനെ ശ്രദ്ധിച്ച് അവനോടുകൂടെ പോകുവാൻ തക്കവണ്ണം ആ ചെറിയ കോഴിക്കുഞ്ഞിനെ പോലെ നാമും ഇടയായിത്തീരുന്നുവെങ്കിൽ, നമ്മുടെ അവസാനം വളരെ വളരെ കഷ്ടതയിലായിരിക്കും, വളരെ പ്രയാസത്തിലായി, നമ്മൾ നിത്യമായ മരണത്തിലേക്ക് നമ്മെ അവൻ കൊണ്ടുപോയി ചെന്ന് ആക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു വലിയ അവസരം ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുകയാണ്. നാം ഒന്നിനെക്കുറിച്ചും ഓർത്ത് ഭാരപ്പെടാതെ, എൻ്റെ കർത്താവ് എല്ലാം നന്മയ്ക്കായി കൂട്ടി വരുത്തും, എൻ്റെ ദൈവനെ എല്ലായ്പ്പോഴും കാത്തു പരിപാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടു കൂടി ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളെ കർത്താവ് വാലല്ല തലയാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവെന്ന തലയോളം നാം ഏവരും വളരുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ നാം സ്വഭാവത്തിലും എല്ലാവിധമായ ഭാവത്തിലും നാം ക്രിസ്തുവിൻ്റെ അതേ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തുവിൻ്റെ അതേ ഭാവം, സ്വഭാവം, അതേ ശുദ്ധീകരണം, അതേ വിശുദ്ധി നമ്മൾ പ്രാപിച്ചുകൊണ്ട് ദൈവനാമത്തിന് കൊള്ളാകുന്നവരായി, നേരുള്ളവരായി, വിശുദ്ധരായി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നാം ഈ ലോകത്തിലെ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ടിരിക്കുന്നു. നാം അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ തകർക്കുവാനായിട്ടോ നമ്മെ നശിപ്പിക്കുവാനുമായിട്ടല്ല ദൈവം അതൊക്കെയും അനുവദിക്കുന്നത്. മറിച്ച് നമ്മെ നേരെയാക്കുവാൻ, നമ്മെ നല്ല നേരുള്ളവരായി വിശുദ്ധരായി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുകയാണ്. അതാണ് വേദപുസ്തകം നമ്മോട് പറയും, നമ്മുടെ ഗുണത്തിനായിട്ട്, നമ്മുടെ നന്മയ്ക്കായിട്ട്, ഈ നന്മയ്ക്കായുള്ളതായ ശിക്ഷയെ ഏൽക്കുവാൻ, അതെൻ്റെ നന്മയ്ക്കാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കേവർക്കും ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, എല്ലാം നന്മയ്ക്കായിട്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും ഈ ലോകത്ത് സഹിക്കുവാനും മുൻപോട്ട് പോകുവാനും എൻ്റെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഒരിടത്തും തളർന്നു പോകാതെ, ഒരിടത്തും വീണു പോകാതെ, ഒരിടത്തും അധൈര്യപ്പെട്ടു പോകാതെ മുൻപോട്ട് പോകുവാൻ നല്ലവനായ ദൈവമേ അങ്ങ് അടിയങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. സകലവും ക്രിസ്തുവേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.